സിന്ദൂരരേഖ ഭാഗം 69. അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് 8 വയസ്സാണ്. അതായത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അച്ഛനെ കണ്ടതായിട്ടുള്ള ഓർമ്മകൾ വളരെ കുറവാണ്. എങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പാകത്തിന് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് അച്ഛൻ പോയത്. അന്ന് വരെ അച്ഛനും അമ്മയും നിറഞ്ഞു നിന്നിരുന്നതിൻ്റെ ലോകത്തുനിന്ന് അച്ഛൻ പെട്ടെന്നങ്ങ് പോയിന്ന് വിശ്വസിക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ലായിരുന്നു. എന്തിനും ഏതിനും ഒരു കൂട്ടുകാരനെ പോലെ എപ്പോഴും അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ടാവാം അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ സ്വഭാവം വല്ലാതെ മാറിയെന്ന് അമ്മ പറയാറുണ്ട്. ആക്ച്വലി ഐ ഡോണ്ട് നോ വാട്ട് വാസ് മൈ ക്യാരക്ടർ വെൻ ഐ വാസ് 8 years old. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ ഞാൻ ഒരുപോലെ ആയതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതായത് എനിക്ക് ഫീലിങ്സ് അധികം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ആരോടെങ്കിലും സ്നേഹമാണെങ്കിലും വാത്സല്യമാണെങ്കിലും അത് മര്യാദയ്ക്കുള്ള രീതിയിൽ പുറത്ത് കാണിക്കാൻ എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഓഫ് ലവ് അതൊട്ടും എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട രീതി അറിയില്ല. അതുകൂടാതെ എന്തിനോടും ഏതിനോടും ഒരു റഫ് ബിഹേവിയർ ആയിരുന്നു എനിക്ക്. ഒരുതരം താല്പര്യമില്ലാത്ത സ്വഭാവം എന്നൊക്കെ പറയാം. അതിനൊക്കെ കുഞ്ഞിലെ അമ്മ ഒരുപാട് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഐ ഡോണ്ട് ഫീൽ മച്ച് ഓഫ് ഡിഫറൻസ്. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ആ ഒരു സ്വഭാവം കീപ്പ് ചെയ്യാൻ തുടങ്ങി. ആരുമായിട്ട് അധികം കൂട്ടുകൂടില്ല, സംസാരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും ബുക്സ് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പിന്നെയും ആകെ സംസാരിക്കുന്നത് അമ്മയോടും ഉണ്ണിയോടും മാത്രമായിരുന്നു. ആൻഡ് അമ്മ, ഷീ മീൻസ് ദ വേൾഡ് ടു മീ. അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധി ഉറക്കാത്ത പ്രായമായിരുന്നു. എങ്കിൽ പിന്നീട് ആ ഒരു തിരിച്ചറിവ് മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയൊരു വ്യക്തി എൻ്റെ അമ്മയാണ്. മീ അറ്റ് ദറ്റ് ഏജ് ഓഫ് 8 ആൻഡ് ഉണ്ണി അറ്റ് ദ ഏജ് ഓഫ് 4. എക്സാക്ട്ലി ഇതുപോലൊരു സമൂഹത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതും സ്വന്തം വീട്ടിൽ നിന്ന് ആരുടെയും കയ്യിൽ ഒരു സഹായം പോലും കിട്ടാതെ. അമ്മ ടീച്ചറായിരുന്നു. ഞാനും ഉണ്ണിയും അമ്മ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെയായിരുന്നു പോയിരുന്നത്. +2 വരെ അവിടെ തന്നെയായിരുന്നു. ആ ഒരു ടൈമിലാണ് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഒരു ഡോക്ടർ ആവണം എന്നൊരു ചിന്ത കടന്നു വന്നത്. ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് തോട്ട് ഈസ് അമ്മാസ് ഫാമിലി മെമ്പേഴ്സ്. അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാള് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെങ്ങനെ? അമ്മയുടെ ഫാമിലിയായിട്ട് മനുവേട്ടനൊക്കെ കണക്ഷൻ ഇല്ലായിരുന്നല്ലോ. പിന്നെ അവർ സപ്പോർട്ട് ചെയ്തോ? യെസ്, ദേ ഗേവ് എ സപ്പോർട്ട് ആസ് ട്രോമ ആൻഡ് വി ടുക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. പുഞ്ചിരിയോടെ മനു പറഞ്ഞതും അമ്മാളു കാര്യം മനസ്സിലാവാത്തതുപോലെ അവനെ സംശയത്തോടെ നോക്കി. എൻ്റെ അച്ഛനെ അമ്മയുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല. ഇവരൊക്കെ വലിയ തറവാട്ട് വീട്ടുകാരല്ലേ. അച്ഛനാണെങ്കിൽ വലിയ തറവാടൊന്നുമല്ല. അതുകൊണ്ടാവാം ഇവർക്ക് ആർക്കും എൻ്റെ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തറവാട്ടിൽ നിന്ന് അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഏട്ടന്മാർ വന്ന് വിളിച്ച് അമ്മ തറവാട്ടിലേക്ക് പോയി. എങ്കിലും അച്ഛൻ അവിടെ അപ്പോഴും അവഗണന തന്നെയായിരുന്നു. ഈ അവഗണനയൊക്കെ ഒരു പരിധി വരെ ഞങ്ങളുടെ കൺമുൻപിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തോ തറവാട്ടിലേക്ക് പോകുന്നത് എനിക്കും ഉണ്ണിക്കും അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടുകാരോടും ഏട്ടന്മാരോടും വലിയ സ്നേഹമായതുകൊണ്ട് മാത്രം അമ്മ പോകും. അതിനുശേഷം അച്ഛൻ മരിച്ച സമയത്ത് ചടങ്ങുകളൊക്കെ ആയിട്ട് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ അച്ഛൻ്റെ അടിയന്തരത്തിന് ആവശ്യത്തിന് വാട്ട് കൃഷ്ണമാമൻ ആൻഡ് അനന്തമാമൻ സെഡ് ടു ഈച്ച് അതർ. എന്തു പറഞ്ഞു? അവൻ ചത്തത് നന്നായിന്ന്, അവളുടെ ആ തിളപ്പ് മാറിക്കിട്ടിയെന്ന്. അത് പറയുമ്പോൾ മനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് ഇന്നലെ വരെയും മനുവിനോട് താഴ്മയായി വിനയത്തോടെ പുഞ്ചിരിയോടെ സംസാരിച്ചു എന്ന് കൃഷ്ണനമ്മാവൻ്റെയും അനന്തനമ്മാവൻ്റെയും മുഖം അമ്മാളുവിൻ്റെ മനസ്സിൽ ഒന്ന് മിന്നിമാഞ്ഞു പോയി. അവൾക്ക് എന്തുകൊണ്ടോ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടി തോന്നിപ്പോയി. അന്ന് വളരെ അവിചാരിതമായിട്ട് ഞാൻ കേട്ടുപോയതാണ് ഈ ഒരു സംസാരം. അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഐ കാൺ ഫോർഗീവ് ദം അമ്മു. അവരെൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറഞ്ഞത് എനിക്കൊരിക്കലും മറക്കാനും പൊറുക്കാനും ആവാത്ത കാര്യമാണ്. അതും അച്ഛൻ മരിച്ചു പോയ ഒരു സമയത്ത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇൻ എ റോങ് വേ. ഐ ജസ്റ്റ് ഷോ ഇറ്റ് സ്ട്രെയിറ്റ്ലി. ഇഫ് ഐ ഡോണ്ട് ലൈക്ക് ദം സോ ഐ വിൽ നോട്ട് ഷോ അപ്പ് എനി ടൈപ്പ് ഓഫ് ഡ്രാമാസ്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര നാളായിട്ടും എനിക്ക് അവരോട് മര്യാദയ്ക്കുള്ള രീതിയിൽ പൊറുക്കാനോ സംസാരിക്കാനോ തോന്നാത്തത്. അങ്ങനെ പറയുന്നത് കേട്ടതും അമ്മാളുവിനും മനുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നാൻ തുടങ്ങിയിരുന്നു. അവരിവിടെ വലിയ രീതിയിൽ എല്ലാ സമ്പത്തിലും സുഖത്തിലും ജീവിക്കുമ്പോൾ എൻ്റെ അമ്മ അന്നേരമൊക്കെ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുമായിരുന്നു. സഹായിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അവർക്കാവായിരുന്നു. അതിനവർ മുതിർന്നിട്ടില്ല. എൻ്റെ അമ്മയായിട്ട് സഹായത്തിന് വേണ്ടി കൈനീട്ടി ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അവരുടെ മക്കളൊക്കെ ആയപ്പോൾ അവർ CBSE സ്കൂളിലും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അധിക്ഷേപം വേറെ. എല്ലാം കൂടിയായപ്പോൾ ജീവിതത്തിൽ ജയിക്കണമെന്നൊരു വാശി തോന്നാൻ തുടങ്ങി.
എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മ എവിടെയെങ്കിലും ഒന്ന് ജയിച്ച് കാണുന്നതിന് വേണ്ടി. അതിനുവേണ്ടി 10 കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അതിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി തന്നെ ജയിച്ചു. മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി, മെഡിസിനും പഠിച്ചു. ഇത് അവരോടുള്ളൊരു ചെറിയ മധുരപ്രതികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പാസ്സായ വർഷം ഉണ്ണി മെഡിസിന് ജോയിൻ ചെയ്തു. ഞാൻ പഠിച്ചിറങ്ങി 1 വർഷം പ്രാക്ടീസ് ചെയ്തുവെങ്കിലും എൻ്റെ മനസ്സിൽ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ നല്ലതായിരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അച്ഛൻ്റേതായിട്ട് കുറേ സ്വത്ത് കിടക്കുന്നുണ്ടായിരുന്നു, സ്ഥലങ്ങളും മറ്റുമൊക്കെ. അച്ഛനുള്ളപ്പോൾ അവിടെ കൃഷിയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം വെറുതെ കിടക്കുന്നതുകൊണ്ട് അതെല്ലാം വിറ്റിട്ടാണ് വർമ്മ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രായത്തിൽ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരമാണ് ഞാൻ എൻ്റെ തലയിലേക്ക് അന്നേരം സ്വന്തമായി എടുത്തു വെച്ചത്. പക്ഷേ ആഗ്രഹവും സ്വപ്നവും അതായത് കൊണ്ട് ഒരിക്കലും അതൊരു ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ തന്നെയായിരുന്നു വർമ്മ ഹോസ്പിറ്റൽസ് ആരംഭിച്ചത്. അതിനുശേഷം അതിന് പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ തറവാട്ടുകാരായിട്ട് ഇങ്ങോട്ട് വരാനും മറ്റുമൊക്കെ തുടങ്ങിയത്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അവരിങ്ങോട്ട് വന്നത്. അതുവരേക്കും ഞങ്ങളോടൊരു അകലത്തിൽ നിന്നിരുന്നവരൊക്കെ ഞങ്ങളോടൊത്ത് സ്നേഹത്തോടെ വരാൻ തുടങ്ങി. പക്ഷേ എനിക്കും ഉണ്ണിക്കും അപ്പോഴിപ്പോഴും ഒരേ സ്റ്റാൻഡ് തന്നെയായിരുന്നു. അമ്മയുടെ തറവാട്ടിലേക്ക് പോയില്ല. അങ്ങോട്ട് പോകുന്ന കാര്യവും അവരെക്കുറിച്ച് അമ്മ പറയുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവരന്ന് പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെയുള്ളപ്പോൾ മനസ്സറിഞ്ഞ് എനിക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല. ഇന്ന് വരെ അമ്മയോടോ ഉണ്ണിയോടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞു വെറുതെ അവരുടെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പുണ്ടാക്കരുത്, എന്തിനാണ് അങ്ങനെ ചെയ്തിട്ടെന്ന് കരുതിയിട്ടാണ്. എങ്കിലും ഉണ്ണിക്കിത് അറിയാഞ്ഞിട്ട് പോലും അവരെ ആരെയും ഇഷ്ടമല്ല. അവരൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അവരോടൊക്കെ എങ്ങനെ സ്നേഹത്തോടെ കഴിയാൻ സാധിക്കുന്നു? മനുവേട്ടനോട് എങ്ങനെ സ്നേഹത്തോടെ അവർക്ക് പെരുമാറാൻ സാധിക്കുന്നു? അതിനും കാരണങ്ങളുണ്ടമ്മോ. അത് ഞാൻ പറയാം. തറവാട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, അത് ഈ റൂട്ടിലല്ല. മനു ചിരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയം തിരക്കായിരുന്നു. ലൈഫ് ആകെ ബിസിയായി. ഹോസ്പിറ്റലിൽ വിചാരിച്ചതിനും കൂടുതൽ വർക്കൗട്ടായി. തിരക്ക് കൂടി, പ്രോഫിറ്റ് മാർജിൻ കൂടി. എല്ലാം കൊണ്ടും ഹാപ്പിയായി പോരുന്ന സമയം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെല്ലാം നേടിയെന്ന് തോന്നിയ സമയം. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് അഭിമാനം മാത്രം ഉണ്ടായിരുന്ന സമയം. അവനത് ഓർത്ത് വാചാലനാവുന്നത് അമ്മാളും അവനെ തന്നെ നോക്കിയിരുന്നു പോയി. അമ്മാളും ആ കാര്യം ഓർക്കുകയായിരുന്നു. ശരിയാണ്, മൂത്ത മകൻ ഡോക്ടറാണെന്ന് പറയാൻ തന്നെ വല്ലാത്ത അഭിമാനമായിരുന്നു ശ്രീയമ്മയ്ക്ക്. മനുവെന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. വീട്ടിൽ വരുമ്പോൾ ഈ ഒരു പേര് പറയാത്ത ദിവസങ്ങളുണ്ടാവില്ല. അത്രയ്ക്കുണ്ടായിരുന്നു അമ്മയ്ക്ക് മനു എന്ന് വെച്ചാൽ. അങ്ങനെയാണ് തനിക്കും ആ ഒരു പേരിനോട് ഇത്രമാത്രം ആരാധന തോന്നാൻ തുടങ്ങിയത്. ശ്രീയമ്മ പറയുന്നത് മാത്രമല്ല, അന്ന് അവൻ താൻ പഠിക്കുന്ന കോളേജിൽ വന്നപ്പോൾ ആദ്യമായിട്ട് താനും അവനുള്ള ആരാധകരെ നേരിട്ട് കണ്ടറിഞ്ഞത് തന്നെയാണ്. ഡോക്ടർ മാനവ് വർമ്മ തിളങ്ങി നിന്നിരുന്ന സമയം. ഈ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ വലിയൊരു ഡൗൺഫോളിൽ നിന്ന് വന്നതാണ് ഞാൻ. എങ്കിലും അതിലും വലിയ ഡൗൺഫോൾ ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൻ പറഞ്ഞപ്പോൾ ആ സംസാരത്തിൽ ഒരുതരം വേദന നിറഞ്ഞിരിക്കുന്നത് അമ്മാളും എളുപ്പം മനസ്സിലാക്കിയിരുന്നു. ബട്ട് മൈൻഡ് വാസ് എ ഡിസാസ്ട്രസ് വൺ എന്ന് പറയാം. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി. അമ്മാളു കട്ടിലിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. മനുവേട്ടാ. അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് അമ്മാളു പതിഞ്ഞ ശബ്ദത്തിൽ അവനെ വിളിച്ചു. അവളെ നോക്കി അവൻ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിയിൽ നിറഞ്ഞു നിന്നത് വേദനയായിരുന്നു എന്നത് അമ്മാളു ഒരു നോവോടെ തിരിച്ചറിഞ്ഞു. കട്ടിലിൽ അവൻ്റെ തോളിലേക്ക് ചാരി അവളിരുന്നു. പറ്റില്ലെങ്കിൽ വേണ്ട മനുവേട്ടാ. മനുവേട്ടനെ വിഷമിപ്പിക്കുന്നതൊന്നും പറയണ്ട. എനിക്കറിയാൻ വേണ്ട. അമ്മാളു തീർപ്പ് പോലെ എന്നോണം പറഞ്ഞു. എങ്കിലും എല്ലാം അവൾ അറിയണം എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി ഈ ഒരു കാര്യം മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യ. ഇത്രയും നേരത്തെ അവൾ അറിയുന്നോ അത്രയും നല്ലതാണെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. ഇല്ല അമ്മു, നീ അറിയണം, എല്ലാം അറിയണം. അമ്മാളുവിൻ്റെ നെറ്റിയിൽ അവൻ നേർമയായി ഒന്ന് ചുംബിച്ചു. അവളുടെ നെറ്റിയിലേക്ക് അവൻ കവിളമർത്തി. അവൻ്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് എത്തി നിന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.